സ്വപ്നങ്ങൾ കാണുന്നവരാണ് നമ്മളെല്ലാവരും. സ്വപ്നങ്ങൾക്ക് പിറകെ ഏതറ്റം വരെ പോകാനും മടിയില്ലാത്തവരാണ് നമ്മളെല്ലാവരും. അങ്ങനെ സ്വപ്നത്തിന് പിറകെ സഞ്ചരിച്ച് ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തിയിരിക്കുന്ന ഒരാളാണ് നമ്മളുടെ അതിഥി. മലപ്പുറത്ത് നിന്നും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ റോയൽ സൊസൈറ്റി അംഗീകാരം വരെ കരസ്ഥമാക്കിയിരിക്കുന്ന മലപ്പുറം മോങ്ങ സ്വദേശി ഡോക്ടർ CK സഫീറാണ് ഇന്ന് അപ്ഡേറ്റ്സിലെ അതിഥി. മലപ്പുറത്ത് നിന്നും ഓക്സ്ഫോർഡിലേക്കുള്ളൊരു യാത്ര, അത് എങ്ങനെയായിരുന്നു? ആ ഒരു ജേണി എത്രത്തോളം ഇതായിരുന്നു എന്ന് പറയാൻ? ഞാൻ ഉമ്മുൽ ഖുറ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂളിലാണ് ഞാൻ 1 മുതൽ 10ാം ക്ലാസ് വരെ പഠിച്ചത്. അപ്പോൾ ഈ 90s കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ സ്കൂളും മദ്രസ വിദ്യാഭ്യാസവും രണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്താണ് ഇത് രണ്ടും യോജിപ്പിച്ചു കൊണ്ടിട്ടുള്ള സ്കൂളുകളുടെ ഒരു വരവ് നടക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്കൂളായിരുന്നു മോങ്ങത്ത് സ്ഥാപിച്ച ഉമ്മുൽ ഖുറ. ആദ്യം ഒരു LP സ്കൂളായിരുന്നു. അപ്പോൾ ആ സ്കൂൾ സ്ഥാപിച്ച് 3ാമത്തെ വർഷമാണ് ഞാൻ ചെയ്യുന്നത്. 3ാമത്തെ ബാച്ചായിട്ടാണ് ഞാൻ ചേരുന്നത്. അപ്പോൾ ആ സമയത്ത് അതൊരു വാടക വീട്ടിലായിരുന്നു. പിന്നെ സ്കൂളും വളർന്നു, നമ്മളും വളർന്നു. അങ്ങനെ 10ാം ക്ലാസ് വരെ ഞാൻ ഉമ്മുൽ ഖുറ സ്കൂളിലാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അവിടെ മതവിദ്യാഭ്യാസവും നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസവും ഒരുമിച്ചുള്ള ഒരു കൺസെപ്റ്റായിരുന്നു. അതിനുശേഷം ഞാൻ +1 +2 നമ്മുടെ നാട്ടിലുള്ള VHMHS ഹയർ സെക്കൻഡറി സ്കൂളിൽ 10th ഇപ്പോൾ നമുക്ക് നല്ല മാർക്ക് കിട്ടി, നമ്മൾ ലെവൽ സയൻസ് എടുക്കുമല്ലോ. അപ്പോൾ ആ സയൻസ് എടുത്തിട്ട് അങ്ങനെയാണ് ഞാൻ +2 സയൻസ് എടുത്തിട്ടാണ് പഠിച്ചത്. അപ്പോൾ +2 സയൻസ് എടുക്കുമ്പോൾ നമ്മുടെ മുന്നിൽ ആ കാലത്ത് ഉണ്ടായിരുന്ന 2 ഓപ്ഷൻ, ഒന്നെങ്കിൽ എഞ്ചിനീയർ ആവാം, ഡോക്ടർ ആവാം എന്നുള്ളതായിരുന്നു. അപ്പോൾ നമുക്കറിയില്ലല്ലോ നമ്മൾ ചിന്തിക്കുന്നതാവേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ ചുറ്റുപാടിലേക്ക് നോക്കും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ എഞ്ചിനീയറും ഡോക്ടറൊക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള കുറേ കോച്ചിങ് സെൻറ്ററുകളിലൊക്കെ ഞാനും പോയി നോക്കി. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നിയത് എനിക്കുള്ള സബ്ജക്റ്റ് അല്ലാന്ന്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ പുറത്തേക്ക് നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് എടുത്ത് പഠിച്ച് പോകാനുള്ള സാഹചര്യങ്ങളെ കുറിച്ച് ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഒരു +2 ആയ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഡൽഹിയിൽ നിന്ന് പഠിക്കുന്ന ചില കുട്ടികൾ 2006 കാലഘട്ടത്തിൽ ഇവിടെ കോഴിക്കോട് വന്നൊരു പ്രോഗ്രാം നടത്തുകയും അവരെ പരിചയപ്പെടുകയും അങ്ങനെ ഡൽഹിയിൽ പോയിട്ട് ഇങ്ങനെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് പഠിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരികയും അങ്ങനെ അവർ പരിചയപ്പെട്ടിട്ടാണ് ഞാൻ 2006 ഡൽഹിയിലേക്ക് ഫിസിക്സിൽ BSc എടുക്കാൻ വേണ്ടിയിട്ട്, എനിക്ക് സയൻസിൽ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് പോയത്. അപ്പോൾ ഫിസിക്സിൽ അവിടെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ഒരു വലിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. ഞാൻ മലയാളം മീഡിയത്തിലൊക്കെ പഠിച്ച് പോയതായിരുന്നു. അപ്പോൾ ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആയപ്പോൾ നമുക്ക് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിനോട് ഭയങ്കര ഒരു ആവേശവും അതിനെക്കുറിച്ച് പഠിക്കാനുള്ള ഒരു ആവേശമൊക്കെ വന്ന് അങ്ങനെ ഒരു സെക്കൻഡ് ഇയർ സമയത്താണ് ഞാൻ ഒരുപാട് ബുക്കുകളൊക്കെ വായിച്ചിട്ട് അങ്ങനെ ഫിസിക്സ് എടുത്ത് അതിൽ ഫിസിക്സിനെ കുറിച്ച് ചിന്തിക്കാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ ഒരു 3 ഇയർ കഴിഞ്ഞപ്പോൾ അവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അന്നൊരു നമ്മുടെ APJ അബ്ദുൽ കലാമൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. അപ്പം മൂപ്പര് ഒരുപാട് വിഷനൊക്കെ പറയും നമ്മുടെ നാട്ടിലെ സയൻസിനെ കുറിച്ച്. അപ്പോൾ അതിൽ മൂപ്പരുടെ ഒരു വിഷയമായിരുന്നു നാനോ ടെക്നോളജി എന്ന് പറയുന്ന സംഭവം കൊണ്ടുവരാം. അപ്പോൾ അന്നൊരു ഫ്രഞ്ച് പ്രസിഡൻറ്റ് നമ്മളെ റിപ്പബ്ലിക് ദിനത്തിൽ നമ്മളെ വിസിറ്റ് ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ ഫ്രഞ്ച് ഗവൺമെൻറ്റും ഇന്ത്യൻ ഗവൺമെൻറ്റും കമ്പൈൻഡ് ആയിട്ട് ഒരു പ്രോഗ്രാം വെച്ചിരുന്നു, ആ ഒരു വിഷൻ്റെ ഭാഗമായിട്ട്, ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട്. അപ്പോൾ അത് 3 വർഷത്തിൽ കുറച്ച് കുട്ടികളെ 12 കുട്ടികളെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജിയിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ട് ഫുള്ളി ഫണ്ടഡ് ആയിട്ട് ഇവിടെ കുറച്ച് കാലം ഫസ്റ്റ് ഇയറിൽ ഇവിടെ പഠിക്കണം, സെക്കൻഡ് ഇയറിൽ എല്ലാവരെയും ഫ്രാൻസിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് പഠിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വരുന്ന രീതിയിൽ 3 വർഷത്തെ ഒരു മാസ്റ്റേഴ്സ് റിസർച്ച് പ്രോഗ്രാമായി ചെയ്തിരുന്നു. അങ്ങനെയാണ് ഞാൻ യൂറോപ്പിലെത്തുന്നത് ആദ്യമായിട്ട്, സെക്കൻഡ് ഇയർ മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ യൂറോപ്പിലെത്തുമ്പോൾ ഞാൻ ഫ്രാൻസിൽ ഗ്രനോബിൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ നാനോ ടെക്നോളജി, മാഗ്നറ്റിക്സ് എന്ന് പറയുന്ന റിസർച്ച് ഫീൽഡിലൊക്കെ വളരെയധികം റിസർച്ച് നടത്തുന്ന, പണ്ട് നോബൽ പ്രൈസ് കിട്ടിയ ഒരു നെയിൽ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനുണ്ട്. അപ്പോൾ അവർ സ്ഥാപിച്ചെടുത്തൊരു സ്ഥാപനമുണ്ട്. അപ്പോൾ അവിടെ ഞാൻ റിസർച്ചൊക്കെ നടത്തി. അവിടെ നിന്നാണ് എൻ്റെ ഒരു ഫസ്റ്റ് റിസർച്ച് റിസൾട്ടും പേപ്പറുകളൊക്കെ പബ്ലിഷ് ആവുന്നത്. അതിനുശേഷം അവിടെ ഒരു ലാബ് ഉണ്ടായിരുന്നു, സ്പിൻടെക് എന്ന് പറയുന്നത്. ഞാൻ സ്പിൻട്രോണിക്സ് എന്ന് പറയുന്ന ഫീൽഡിലാണ് വർക്ക് ചെയ്യുന്നത്. അത് നമ്മുടെ കമ്പ്യൂട്ടറുകളിലെ മെമ്മറീസ്, ലോജിക് അങ്ങനത്തെയുള്ള ഡിവൈസുകൾ ഉണ്ടാക്കുന്ന ഒരു അതിൽ ആപ്ലിക്കേഷനുള്ള ഒരു റിസർച്ച് ഫീൽഡായിരുന്നു. അപ്പോൾ അവിടെ ഒരു വലിയ ഡിസ്കവറി നടന്ന ഒരാളുടെ കുക്കിയാണ് ഞാൻ PhD ചെയ്യുന്നത്. PhD ഒരു 3 വർഷമാണ് ഫ്രാൻസിൽ സാധാരണ ഉണ്ടാവാറ്. അപ്പോൾ 2015 ഞാൻ PhD ചെയ്തു. അതിനുശേഷം ഞാൻ 1 വർഷം ഒരു മെഡിക്കൽ കാരണം കൊണ്ട് നാട്ടിൽ ബ്രേക്ക് എടുത്തു. അതിനുശേഷം 2017 ഞാൻ സ്പെയിനിലേക്ക് പോയി. നമുക്ക് PhD കഴിഞ്ഞ് നമ്മൾ പോസ്റ്റ് ഡോക്ക് എടുക്കുമല്ലോ, പോസ്റ്റ് ഡോക്ക് റിസർച്ചിന് വേണ്ടിയിട്ട് ഞാൻ സ്പെയിനിലേക്ക് പോയി. അപ്പോൾ സ്പെയിനിൽ ഫസ്റ്റ് ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് അതിനുശേഷം അവിടെ പോസ്റ്റ് ഡോക്ക് റിസർച്ചിന് വേണ്ടിയിട്ട് നമുക്ക് യൂറോപ്പിൽ ഒരുപാട് റിസർച്ച് ഗ്രാൻറ്റുകൾ കിട്ടും. അപ്പോൾ അതിലേറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു ഗ്രാൻഡാണ് മാരി ക്യൂറി ഗ്രാൻഡ് എന്ന് പറയുന്നത്.
യൂറോപ്പിൽ കോമ്പറ്റീഷൻ നടത്തിയിട്ട്. അപ്പോൾ അതിന് അപ്ലൈ ചെയ്തു, അങ്ങനെ അത് കിട്ടി. അങ്ങനെ ഒരു 4 വർഷത്തോളം ആ ഒരു റിസർച്ച് ഗ്രാൻഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തു. അപ്പോൾ ആ ഒരു സമയത്താണ് കോവിഡൊക്കെ വരുന്നത്. അപ്പോൾ ഒരു 4-4.5 വർഷം അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ അതിൽ നല്ലൊരു റിസൾട്ട് വന്നു. ഞാനൊരു മെറ്റീരിയൽ സയൻസാണ് പഠിച്ചിരുന്നത്. മെറ്റീരിയൽസിന് കമ്പ്യൂട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്, അത് ഇൻ്റൽ എന്ന് പറയുന്ന കമ്പനി ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ റിസർച്ച് നടത്തി. അപ്പോൾ ആ ഒരു സമയത്താണ് എനിക്ക് കൂടുതൽ പുതിയ സ്ഥലങ്ങളിലേക്ക് പോകാനൊക്കെ ഞാൻ അന്വേഷിക്കുന്ന കോവിഡിൻ്റെ സമയത്ത്. അപ്പോഴാണ് ഓക്സ്ഫോർഡിൽ ഇങ്ങനെ ഒരു പോസ്റ്റ് ഡോക്കിൻ്റെ ജോബ് വരുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഒരു ഭാവിയിലെ കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് ഇപ്പോൾ ഞാൻ അതുവരെ ഞാൻ നമ്മുടെ സാധാരണ കമ്പ്യൂട്ടറുകളിലുള്ള മെമ്മറിയെക്കുറിച്ച്, ലോജിക്കിനെ കുറിച്ചൊക്കെ ആയിരുന്നു ഞാൻ റിസർച്ച് നടത്തിയിരുന്നു. പക്ഷേ ഭാവിയിൽ നമ്മൾ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ബ്രെയിനിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള കമ്പ്യൂട്ടിങ് ആർക്കിടെക്ചർ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റിസർച്ച് ഇങ്ങനെ ഇപ്പോൾ വളരെ അടുത്ത കാലത്തായിട്ട് ഇങ്ങനെ ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിൽ ഒരു പോസ്റ്റ് ഡോക്കിന് കിട്ടിയപ്പോൾ ഞാൻ അപ്ലൈ ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഓക്സ്ഫോർഡിലേക്ക് സെലക്റ്റഡ് ആവുന്നത്. അപ്പോൾ ഈ 3 വർഷം ഞാൻ ഇങ്ങനെ ബ്രെയിനിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന സിസ്റ്റത്തിനെ കുറിച്ചൊക്കെ പഠിക്കും. അപ്പോൾ ഞാൻ നമ്മുടെ ചില വേവ്സൊക്കെ നമ്മുടെ ബ്രെയിനിനെ കമ്പ്യൂട്ടിങ് എങ്ങനെ നടത്തുന്നു, അതുപോലെ ഈ വേവ്സിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലുള്ള ഒരു പുതിയ കമ്പ്യൂട്ടിങ് ആർക്കിടെക്ചർ ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചുള്ള റിസർച്ച് നടത്തിയിരിക്കുന്നു. അപ്പോൾ ഈ റിസർച്ച് നടത്തിയപ്പോൾ പോസ്റ്റ് ഡോക്കാണ്. അപ്പോൾ നമ്മൾ പോസ്റ്റ് ഡോക്ക് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലെവൽ നമുക്കൊരു പ്രൊഫസർ ആവുക അല്ലെങ്കിൽ റിസർച്ചർ ആവുക എന്നുള്ള രീതിയിലാണല്ലോ. അപ്പം അതിന് ഇങ്ങനെ UK ഒരുപാട് ഫെലോഷിപ്പുകളും ഇങ്ങനെയുള്ള ഗ്രാൻഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കണ്ടുപിടുത്തണം. അപ്പോൾ ഓക്സ്ഫോർഡിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രാൻഡ് കിട്ടിയാലേ നമുക്ക് ഒരു പൊസിഷൻ അവർ തരത്തുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ റോയൽ സൊസൈറ്റി യൂണിവേഴ്സിറ്റി റിസർച്ച് ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ഈ ഒരു പ്രോഗ്രാമിന് അപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ റോയൽ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു 17th സെഞ്ച്വറി മുതൽ സയൻസിനെ പ്രോത്സാഹിപ്പിക്കുന്ന UK നാഷണൽ അക്കാദമിയാണ്. UK പാലസിൻ്റെ സൈഡിലായിട്ടാണ് ഇവരുടെ ഒരു ഓഫീസൊക്കെ വരുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ഇപ്പോൾ എനിക്ക് റോയൽ സൊസൈറ്റിയെ കുറിച്ച് അറിയുന്നത് രാമാനുജൻ്റെ കഥ വായിച്ചിട്ടാണ്. രാമാനുജൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തി UK പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ കേംബ്രിഡ്ജിലൊരു പ്രൊഫസറെ കോൺടാക്ട് ചെയ്യും. അതിന് റോയൽ സൊസൈറ്റി സഹായിക്കുകയും ചെയ്ത ഒരു വലിയ കഥയുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ നമുക്കിങ്ങനെ ഈ യുവ ശാസ്ത്രജ്ഞന്മാരെ പ്രോത്സാഹിപ്പിക്കാൻ ഇങ്ങനെയുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നത് അന്നൊക്കെ പോസ്റ്റിലൂടെയൊക്കെ കണ്ടുപിടിക്കേണ്ടി വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഫെലോഷിപ്പ് വെക്കുന്നുണ്ട്. എല്ലാ വർഷവും ഒരു 25 മുതൽ 30 കാൻഡിഡേറ്റ്സ് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അങ്ങനെ ഒരു എർത്ത് സയൻസ്, എഞ്ചിനീയറിംഗ്, അങ്ങനെ ഡിഫറെൻറ്റ് വിഷയങ്ങളിൽ ഭാവിയിലേക്ക് ഉയർന്നു വരാൻ സാധ്യതയുള്ള ആളുകളെ അവർ സെലക്ട് ചെയ്തിട്ട് അവർ 8 വർഷത്തിനൊരു വലിയ ഗ്രാൻഡ് നൽകിയിട്ട് യൂണിവേഴ്സിറ്റി നമുക്ക് റിസർച്ച് നടത്താനുള്ള ഒരു ഗ്രാൻഡ് കിട്ടും. അപ്പോൾ അതിന് ഞാൻ കഴിഞ്ഞ വർഷം അപ്ലൈ ചെയ്യുന്നത് അതൊരു 8 മാസത്തെ ഒരു പ്രോസസ്സാണ്, റിവ്യൂവും ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട്. അപ്പോൾ അത് കിട്ടിയപ്പം ഒബ്വിയസ്ലി എൻ്റെ ചോയ്സ് ഓഫ് ഹോസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ വാസ് ഓക്സ്ഫോർഡ്. അപ്പോൾ ഓക്സ്ഫോർഡിൽ അങ്ങനെ ഈ ഒരു ഫെലോഷിപ്പ് ഉള്ളത് കൊണ്ട് തന്നെ ഒരു റിസർച്ച് ഗ്രൂപ്പ് സ്ഥാപിക്കാനും അവിടെ ഒരു പ്രൊഫസർഷിപ്പ്, ഒരു ലെക്ചർഷിപ്പ് അല്ലെങ്കിൽ ഫാക്കൽറ്റി ആയിട്ട് മാറാനും സാധിച്ചു. ഇപ്പോൾ ഞാൻ എൻ്റേതായിട്ടുള്ളൊരു ഗ്രൂപ്പ് സ്ഥാപിച്ചിട്ടുണ്ട് 2 മാസം മുമ്പ് ഈ ഫണ്ടിങ് ഉപയോഗിച്ചിട്ട്. അപ്പോൾ ഭാവിയിലേക്കുള്ള ഇങ്ങനെയുള്ള കമ്പ്യൂട്ടിങ്ങിനെ കുറിച്ച് റിസർച്ച് നടത്താനുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിലേക്ക് ഇപ്പോൾ PhD സ്റ്റുഡൻസ്, പോസ്റ്റ് ഡോക്സ്, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു ഷോർട്ട് ലോങ് ലൈഫ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വായിച്ചിട്ടുണ്ട് സാറിൻ്റെ പല ആർട്ടിക്കിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ റിസർച്ചിന് വേണ്ടി നമ്മൾ നോക്കുമ്പം മനുഷ്യൻ്റെ ബ്രെയിനിനെ പോലെ ചിന്തിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അതുപോലെ ഇമിറ്റേറ്റ് ചെയ്യുന്നൊരു കമ്പ്യൂട്ടർ, അതാണ് സാറിൻ്റെ ഒരു ഡ്രീം എന്നുള്ള രീതി. അതിന് വേണ്ടിയിട്ടാണ് സാർ റിസർച്ച് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിലേക്ക് മാറാനുള്ളൊരു ഈ ഹ്യൂമൻ ബ്രെയിനിനെ പോലെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടർ എന്നുള്ളതൊരു വീടായിട്ടുള്ളൊരു തോട്ടാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയും രീതി ഇപ്പോൾ AI വരുമെന്ന് തന്നെ നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാം AI ആണ്. അപ്പം അതിൽ നിന്നും ഹ്യൂമൻ ബ്രെയിനിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കമ്പ്യൂട്ടർ അതിലേക്കൊക്കെ വരാനുള്ളൊരു അത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ കമ്പ്യൂട്ടറിനെ കുറിച്ച് നമുക്ക് പറയുമ്പോൾ എല്ലാവരും പറയാം കമ്പ്യൂട്ടർ ബ്രെയിനിനെ പോലെ വർക്ക് ചെയ്യുന്ന മെഷീനാണ് എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. കമ്പ്യൂട്ടർ ബ്രെയിനിനെ പോലെ ബ്രെയിനിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കിയ മെഷീനാണ് ശരിക്കും കമ്പ്യൂട്ടർ. അപ്പോൾ കമ്പ്യൂട്ടറിന് ചെയ്യാൻ കഴിയുന്നത് കോംപ്ലക്സ് ആയിട്ടുള്ള മാത്തമാറ്റിക്സ്, ഇപ്പോൾ നമ്മൾ 10+10 എന്ന് പറയുന്നൊരു മാത്സ് നമ്മുടെ ബ്രെയിനും കമ്പ്യൂട്ടറിനും ഒരുപോലെ ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു കോംപ്ലക്സ് കാൽക്കുലേഷൻ കൊടുത്താൽ നമ്മുടെ ബ്രെയിനിന് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷേ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. കാരണം കമ്പ്യൂട്ടറുകൾ ഉണ്ടാക്കിയത് ഇങ്ങനെ കോംപ്ലക്സ് മാത്തമാറ്റിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റാത്തതും നമ്മുടെ ബ്രെയിനിന് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യമാണ് ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ബ്രെയിനിൽ നമ്മൾ കാലാകാലം വഴി നമ്മൾ പഠിച്ചെടുത്തിട്ടുള്ളൊരു സംഭവമാണ്
നമ്മൾ അതിനനുസരിച്ചാണ് നമ്മുടെ ബ്രെയിൻ കാൽക്കുലേഷൻ നടത്തുക. പക്ഷേ അതേസമയം കമ്പ്യൂട്ടർ എടുക്കുകയാണെങ്കിൽ ഇന്ന് നമ്മളൊരു ടാസ്ക് കൊടുത്താലും നാളെ ഒരു ടാസ്ക് കൊടുത്താലും അത് സെയിം ടാസ്ക്കാണ് ചെയ്യുക, അത് ലേൺ ചെയ്യുന്നില്ല. അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ മോഡിഫിക്കേഷൻ നടക്കുന്നുണ്ട് മെമ്മറിയുടെയും കാൽക്കുലേഷൻ്റെ ഇടയ്ക്ക്. പക്ഷേ അതേസമയം കമ്പ്യൂട്ടറിൽ മെമ്മറിയും CPU സെപ്പറേറ്റ് എൻറ്റിറ്റി ആണെന്നില്ല, അവിടെ ഒരു മോഡിഫിക്കേഷൻ നടക്കുന്നില്ല. അപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധാരണ ഇപ്പോൾ മെഷീൻ ലേണിംഗ് ആൽഗോറിതംസ് അല്ലെങ്കിൽ ന്യൂറൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് അത്തരത്തിലുള്ള മാത്തമാറ്റിക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇപ്പോഴുള്ള എല്ലാ AI ഇതൊരു സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു AI ആണ് നമുക്കുള്ളത്. അപ്പോൾ അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ബ്രെയിനിൽ ന്യൂറോൺസ് സിനാപ്സ് അങ്ങനെ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെ ഒരു മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കിയിട്ട് ആ മാത്തമാറ്റിക്സിനെ നമ്മുടെ കമ്പ്യൂട്ടർ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന കമ്പ്യൂട്ടറിലേക്ക് ഈ മാത്തമാറ്റിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കമ്പ്യൂട്ടർ ശരിക്കും ബ്രെയിനെ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ല. പക്ഷേ അതിനൊരു മാത്തമാറ്റിക്സ് മോഡൽ റൺ ചെയ്യുമ്പോൾ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ള മാത്സ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ ബ്രെയിനിൽ ബില്യൺസ് ഓഫ് ന്യൂറോൺസും സിനാപ്സിസും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എന്ത് സംഭവിക്കുകയെന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇപ്പം ഈ വർഷത്തെ നോബൽ സമ്മാനം കിട്ടി. അത് ആദ്യമായിട്ട് പ്രിഡിക്റ്റ് ചെയ്തത് 90s. പക്ഷേ 2010 ശേഷമാണ് ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരാൻ കാരണം എന്ന് വെച്ചാൽ പണ്ട് നമുക്ക് CPU ആണ് ഉണ്ടായിരുന്നത്. CPU ഇത്തരത്തിലുള്ള മാത്സ് ചെയ്യാനുള്ള പവർഫുൾ അല്ലായിരുന്നു. അതിനുശേഷം GPU വന്നു. GPU വന്നതിന് ശേഷം കുറേ GPU ചേർന്നിട്ട് സൂപ്പർ കമ്പ്യൂട്ടിംഗ് ഫെസിലിറ്റീസ് ഉണ്ടായി. അപ്പോൾ ഈ ഫെസിലിറ്റീസ് ഉണ്ടായപ്പോഴാണ് ബ്രെയിനിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന മാത്സ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ അത് കാരണം പല പ്രശ്നങ്ങളും ഉണ്ടാകും. അത് പ്രശ്നം ഒന്നാമതെന്ന് വെച്ചാൽ ഒരുപാട് മെഗാവാട്ട്സ് പവർ അത് യൂസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ബ്രെയിന് 10 വാട്ട് 20 വാട്ട് പവർ യൂസ് ചെയ്യുന്നുള്ളൂ. കാരണം ഈ കാൽക്കുലേഷൻ മോഡൽ വ്യത്യാസമായതുകൊണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ വലിയ കമ്പനികൾ ഗൂഗിൾ അങ്ങനെയുള്ള കമ്പനികളുടെ അടുത്താണ് ഇതിൻ്റെ ഒരു എന്താ പറയുക സുപ്രീമസി ഉള്ളത്. കാരണം നമ്മൾ ആ ഡാറ്റാ സെൻറ്ററിനെ നമ്മൾ എന്ത് ചെയ്യും ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മൾ ഭാവിയിലേക്ക് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇങ്ങനെയുള്ള ആളുകളുടെ കൈകളിലൊക്കെ ഉള്ള ഇപ്പോൾ വാച്ച് പോലെ മൊബൈൽ ഫോണൊക്കെ ചിന്തിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എല്ലാവർക്കും അത്തരത്തിൽ ഉള്ള ഒരു എനർജി കൺസംഷനോ അല്ലെങ്കിൽ ഗൂഗിളിൽ നിന്ന് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓഫ്ലൈൻ ആയിട്ടുള്ള ഓൺലൈൻ അല്ലാതെ ഇങ്ങനെ ഡാറ്റാ സെൻറ്ററുകളെ ക്ലൗഡുകളെയോ ഡിപ്പെൻഡ് ചെയ്യാതെ ഓഫ്ലൈൻ ആയിട്ടുള്ള ഡിവൈസുകൾ വേണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ കമ്പ്യൂട്ടറിൻ്റെ സ്ട്രക്ചർ മറന്നിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണോ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള പുതിയ ആർക്കിടെക്ചർ കണ്ടെത്തണം. അപ്പോൾ അതിനുള്ള റിസർച്ച് നടത്തും. അപ്പോൾ IBM ഇൻ്റലോ അങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇത് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കോംപ്ലക്സ് സ്ട്രക്ചർ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടല്ലോ നമ്മളെങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുന്നുള്ളത് രീതിയിൽ. അപ്പോൾ അത്തരത്തിലൊരു റിസർച്ച് നടത്തുന്നത് എങ്ങനെ ആ ബ്രെയിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇമിറ്റേറ്റ് ചെയ്യാം എന്നുള്ള ഇലക്ട്രോണിക്സിൽ നമുക്ക് എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാം. പക്ഷേ ഞാൻ വർക്ക് ചെയ്യുന്ന കുറച്ചും കൂടി ഡിഫറെൻ്റ് ഉണ്ട്. കാരണം ഇപ്പോൾ ബ്രെയിനിന് ഒരു എക്സാക്റ്റ് കാൽക്കുലേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, അതൊരു ഓവറോൾ അപ്രോക്സിമേറ്റ് കാൽക്കുലേഷനാണ് നടത്തുക. അപ്പോൾ അതിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഫിസിക്കൽ സിസ്റ്റം ചെയ്യുന്നുണ്ടോ എന്നുള്ള രീതിയിലുള്ള പല പഠനങ്ങളും അത് സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് ബ്രെയിനിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള റിസർച്ച് നടത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു മെയിൻ മേഖല എന്ന് പറഞ്ഞാൽ ഒരു ലോകത്ത് ഒരുപാട് വേവ്സ് ഉണ്ട്. ഇപ്പോൾ നമ്മളെ വെള്ളത്തിൽ വേവ്സ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫിസിക്സിൽ ഒരുപാട് വേവ്സ് ഉണ്ട്, ഇങ്ങനെ ആറ്റംസ് മൂവ് ചെയ്യുമ്പോഴുള്ള വേവ്സ് ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള വേവ് ഇൻറ്ററാക്ഷൻ സംഹൗ ഇമിറ്റേറ്റ് അവർ ബ്രെയിൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ആ ഒരു കൺസെപ്റ്റിൽ നമ്മൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഞാനൊരു റൊബോട്ടിക്സ് അത് കണക്ട് ചെയ്തിട്ടൊരു സംഭവം ഇപ്പോൾ വളർന്നു വരുന്നുണ്ട്. ഞാനത് പബ്ലിഷ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഡിസ്കവറി നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിപ്പോൾ പേപ്പർ എഴുതണം. അപ്പോൾ ആ ഒരു ലെവലിലേക്കാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ AI ഇല്ലാതെ നമുക്ക് ഭാവിയിലില്ല. ഭാവിയിൽ നമ്മുടെ എല്ലാ ടെക്നോളജി AI കൺട്രോൾഡ് ആയിരിക്കും. പക്ഷേ ഇപ്പോഴത്തെ AI സോഫ്റ്റ്വെയർ ബേസ്ഡ് ആയതുകൊണ്ട് സസ്റ്റൈനബിൾ അല്ല. അപ്പോൾ എല്ലാവരിലേക്കും AI എത്തിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സിമ്പിളായിട്ടുള്ള ഡിവൈസുകൾ വേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള റിസർച്ച് നടത്തുന്നത്. ഇപ്പോൾ സാർ നേരത്തെ സൂചിപ്പിക്കേണ്ടായി 2015 മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രാൻസിലേക്ക് പോകുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോഴും കൂടുതൽ ആളുകളും ഫിസിക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം കഴിഞ്ഞ് ഒരു BEd എടുക്കുക, എന്നിട്ട് ഒരു ടീച്ചിങ് പ്രൊഫഷനിലോ അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ജോബിലേക്കോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് ഡോക്ടർ എന്ന് പറയുന്ന ആ ഒരു നമ്മൾ ശീലിച്ചു വന്നൊരു പാറ്റേണിലൂടെ തന്നെ പോവുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ആളുകൾ പോലും അതിലേക്ക് മാറി ചിന്തിക്കാത്തതിൻ്റെ ഒരു കാരണം എന്തായിരിക്കും? ഇത്തരം വലിയ സാധ്യതകൾ ഈ ഒരു ഫീൽഡിൽ ഉണ്ടാകുമ്പോൾ അത് ആരെയും നമുക്കൊരു പക്ഷേ ബ്ലെയിം ചെയ്യാൻ പറ്റാതായിരിക്കും. നമ്മൾ പലപ്പോഴും ഇപ്പോൾ 10th പഠിക്കുന്ന സമയത്ത് നമ്മുടെ ടീച്ചേഴ്സ് ചോദിക്കുക എന്താണ് ആവേണ്ടത്. അപ്പോൾ നമ്മളൊക്കെ പലതും പറയുന്നുണ്ടെങ്കിലും നമ്മുടെ കഴിവിനനുസരിച്ചിട്ടുള്ള ഒരു മേഖല ഏതാണെന്ന് ആ ഒരു സമയത്ത് ഒരു പക്ഷേ നമുക്ക് അറിയില്ലായിരിക്കാം. അത് ഒരു പക്ഷേ നമ്മളൊരു വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ നമുക്കില്ലാത്തൊരു സംഭവമായിരിക്കും. നമ്മളെന്താണ് നമ്മുടെ അഭിരുചി എന്താണെന്നുള്ള രീതിയിൽ ഒരു പക്ഷേ നമ്മൾ പലർക്കും അറിയില്ല, പലരും പറയുന്നുണ്ടെങ്കിൽ അറിയില്ലായിരിക്കാം. അപ്പോൾ നമ്മളെന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുറ്റുപാട് നോക്കും. അപ്പോൾ ആ ചുറ്റുപാടിൻ്റെ കോമൺ സെൻസിനനുസരിച്ചാണ് നമ്മൾ സബ്ജക്റ്റ് ചൂസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും കൂടുതൽ മാർക്കുള്ളവർ സയൻസ് എടുക്കും അല്ലെങ്കിൽ കൊമേഴ്സ് എടുക്കും, അങ്ങനെയാണ് പോവുക. അപ്പോൾ പിന്നെ നമ്മൾ +1 +2 എത്തുമ്പോൾ നമ്മൾ നോക്കും. ഇപ്പോൾ സയൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും എഞ്ചിനീയറിംഗ് പോകുന്നു, അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു പെർട്ടിക്കുലർ
ഇന്ന ഒരു പെർട്ടിക്കുലർ വിഷയം എടുത്തിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും എന്നുള്ള ഒരു അറിവോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാമൂഹിക സാഹചര്യമോ നമുക്കില്ലാത്തതുകൊണ്ടാകും ഒന്നാമത്തെ കാര്യം. രണ്ടാമത് സാമ്പത്തികമായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നുണ്ടാകും നമുക്ക് പെട്ടെന്ന് ജോലിയാവാം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നുണ്ടാകും. അപ്പോൾ ഇതിൽ നിന്ന് മാറ്റി ചിന്തിക്കുന്ന ആളുകളാണ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള സബ്ജക്റ്റിൽ എടുക്കുന്നത്. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിൽ പോയി ഒരുപാട് പേര് ട്രെയിനൊക്കെ ചോദിക്കുക എന്തിനാണ് ഫിസിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട് ഡൽഹിയിലേക്ക് പോകുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഏതൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും ആ സബ്ജക്റ്റിൽ നമ്മൾ ഉയർന്ന രീതിയിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതിന് സ്കോപ്പുണ്ട്. സ്കോപ്പ് എന്ന് പറയുന്ന വേർഡ് ഇല്ല എന്നാണ് ഞാൻ പറയാറ്. കാരണം സ്കോപ്പ് നിങ്ങളാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പം ഒരാൾ ചിന്തിക്കുകയാണ് ഓക്കെ നമുക്ക് ഈ ഒരു സബ്ജക്റ്റ് എടുത്ത് ഉയർന്നെത്താം. ഒരു പുല്ല് വെട്ടുന്ന ആളാണെങ്കിൽ അയാൾ ഏറ്റവും നല്ല പുല്ല് വെട്ടുന്ന ആളാണെങ്കിൽ അയാൾക്കും സ്കോപ്പ് ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ആളുകൾ ചിന്തിച്ചു തുടങ്ങണം. അപ്പോൾ നമ്മൾ ഫിസിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഫിസിക്സിൽ ഏറ്റവും ഉയർന്ന സ്ഥലത്ത് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഉയർന്ന സ്ഥലത്ത് റിസർച്ച് നടത്താനുള്ള ഒരു സാഹചര്യം നമുക്ക് ചിലപ്പോൾ നമുക്ക് ഉണ്ടാവാതിരിക്കാം സാമ്പത്തികമായിട്ടൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമുക്ക് കഴിയുന്ന രീതിയിൽ ഇപ്പോൾ കേരളത്തിലാണ് പഠിക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യയിൽ ഉയർന്ന സ്ഥലത്ത്, അങ്ങനെ രീതിയിൽ പഠിച്ചിട്ട് ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ ഉന്നതിയിലെത്താം എന്നുള്ള ഒരു ചിന്താഗതിയിൽ ഒരു മാറ്റം വരുമ്പോഴാണ് ശരിക്കും ഇത്തരത്തിലുള്ള എന്താ പറയുക ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നമ്മൾ ഉന്നതിയിലെത്തുന്നത്. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു ചിന്താഗതി മാറണം. അതിന് നമുക്ക് ഏതൊരു വിദ്യാഭ്യാസ സിസ്റ്റത്തെ നമുക്ക് കുറ്റം പറയാൻ ഭയങ്കര ഈസിയാണ്. അതെങ്ങനെ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് ആക്ച്വലി നമ്മൾ പോളിസി മേക്കേഴ്സും അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ നടത്തുന്നവരൊക്കെ റീതിങ്ക് ചെയ്യേണ്ടതാണ്. എങ്ങനെയാണ് നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക അവരുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള കരിയർ ഇതാണ് എങ്ങനെ ഉയർന്നു പോകുക എന്നുള്ള രീതിയിൽ. അപ്പോൾ കുട്ടികളുടെ സൈഡിൽ നിന്ന് വേണമെങ്കിൽ കുട്ടികൾക്ക് ചിന്തിക്കാം. ഒരുപക്ഷെ ഇപ്പോൾ ഇൻ്റർനെറ്റിൻ്റെ കാലമാണല്ലോ. അപ്പോൾ ഏതൊരു വിഷയം അവർക്ക് ഇൻട്രസ്റ്റ് ആയി തോന്നുന്നുണ്ടെങ്കിൽ അതിൽ ഉയർന്നപ്പെട്ട ആളുകളോട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഫർമേഷൻ കളക്ട് ചെയ്തിട്ട് കുട്ടികൾക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് തരത്തിലുള്ള സംവാദം ഉണ്ടായാൽ നമുക്ക് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഞാൻ സാറിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ മൊബൈലിൽ മാഗ്നറ്റിക് മെമ്മറി കാർഡിന് സാറിന് ഒരു 5ഓളം പേറ്റൻറ്റ് സാറിൻ്റെ പേരിലുണ്ടെന്നാണ്. അതിൻ്റെ ഒരു ഇതേനായിരുന്നു അത് ഇപ്പോൾ നമ്മുടെ ഇത് ഞാൻ കൂടുതൽ ഫിസിക്സ് പറയേണ്ടി വരും, എന്നാൽ ഞാൻ ശ്രമിക്കാം. നമ്മുടെ കമ്പ്യൂട്ടറുകളിൽ രണ്ട് തരത്തിലുള്ള മെമ്മറീസ് ഉണ്ട്. ഒന്ന് ട്രാൻസിസ്റ്റർ എന്ന് പറയുന്ന മെമ്മറി ഉണ്ട്, മാഗ്നറ്റിസം എന്ന് പറയുന്ന നമ്മുടെ കാന്തിക ശക്തി ഉപയോഗിച്ചിട്ടുള്ള മെമ്മറീസ് ഉണ്ട്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ പവർ ഓഫ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ട്രാൻസിസ്റ്റർ ഓഫ് ആവും. പക്ഷേ ആ ട്രാൻസിസ്റ്റർ വളരെ ഫാസ്റ്റാണ്. അതേസമയം നമ്മൾ മാഗ്നറ്റിസത്തിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളൊരു കാന്തം എടുത്തിട്ട് നമ്മൾ പവർ ഓഫ് ആക്കിയാലും അത് മാഗ്നറ്റായിട്ട് നിൽക്കും. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ മെമ്മറി ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ഓഫാക്കിയാലും മെമ്മറിയിൽ നിൽക്കുന്ന സംഭവമൊക്കെ മാഗ്നറ്റിസത്തിൻ്റെ ഒരു കാന്തികപരമായിട്ടുള്ള അതിൽ ബിറ്റ്സൊക്കെ ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങനെയാണ് അത് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഈ ഒരു ബ്രെയിൻ സ്പൈഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ മെമ്മറിയും ഈ കാൽക്കുലേഷനും ഒരുമിപ്പിക്കണമല്ലോ, കാരണം നമ്മൾ ലേൺ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഈ ട്രാൻസിസ്റ്ററുകൾ ഓഫായിട്ട് അവരുടെ മെമ്മറി നശിച്ചു പോകുന്ന ഒരു വലിയ പ്രശ്നമാണ്. അപ്പോൾ എത്തരത്തിൽ നമ്മൾ ഈ മാഗ്നറ്റിക് മെമ്മറിനെ ഫാസ്റ്റായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ട്രാൻസിസ്റ്ററുകൾ പോലെ ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് മെമ്മറിയും പ്രോസസ്സിങ് ഒരുമിച്ച് നടത്താൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഫാസ്റ്റായിട്ടുള്ള മാഗ്നറ്റിക് മെമ്മറി എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അപ്പോൾ നമ്മൾ മെമ്മറീസ് ഉണ്ടാകുമ്പോൾ നമുക്ക് അതിന് ഇൻഫർമേഷൻ നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് വേണ്ടപ്പോഴേക്ക് നമ്മൾ ഇൻഫർമേഷൻ റീഡ് ചെയ്യേണ്ടി വരും, നമുക്ക് റൈറ്റ് ചെയ്യേണ്ടി വരും സേവ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ പ്രോസസ്സുകളൊക്കെ ഫാസ്റ്റ് ആവണം. അപ്പോൾ ഇപ്പോൾ ഗിഗാ ഹെർട്സ് ഫ്രീക്വൻസിയിലൊക്കെയാണ് നമ്മൾ കമ്പ്യൂട്ടർ, അത് മീൻസ് ഒരു നാനോ സെക്കൻഡിലൊക്കെ നമുക്ക് ഇൻഫർമേഷൻ എഴുതേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കണ്ടുപിടുത്തമായിരുന്നു സ്പിൻ ഓർബിറ്റ് ടോർക്ക് മെമ്മറി എന്ന് പറഞ്ഞ സ്പിൻട്രോണിക്സിൽ എങ്ങനെ കറണ്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് മാഗ്നറ്റിസം ചേഞ്ച് ചെയ്യാം. അപ്പോൾ ആ ഒരു വലിയൊരു കണ്ടുപിടുത്തം നടത്തിയത് എൻ്റെ PhD സൂപ്പർവൈസറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് PhD ചേരുന്നതിന് മുമ്പാണ് ഈ ഒരു കണ്ടുപിടുത്തം നടന്നത്. അതിനുശേഷം ഞാൻ ആ സബ്ജക്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത സമയത്ത് ഒരു പെർട്ടിക്കുലർ രീതിയിൽ എങ്ങനെ ഈ മെമ്മറീസ് ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് എങ്ങനെ റൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ശരിക്കും റീഡിങ് എൻ്റെതല്ല. ആക്ച്വലി എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ മാഗ്നറ്റിക് മെമ്മറി റീഡ് ചെയ്യുന്നതിന് ഒരു ജയൻറ്റ് മാഗ്നറ്റോ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് ഉണ്ട്. അത് 90s കണ്ടുപിടിച്ച് 2008 നോബൽ പ്രൈസ് കിട്ടിയ ഒരു കണ്ടുപിടുത്തമാണ്. അതാണ് ഇപ്പോഴും നമ്മൾ ടെക്നോളജിയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ അതെങ്ങനെ നമുക്ക് ഇൻഫർമേഷൻ റൈറ്റ് ചെയ്യാന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരു സ്പിൻ ഓർബിറ്റ് ടോർക്ക് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു കണ്ടുപിടുത്തം നമ്മുടെ സൂപ്പർവൈസർ നടത്തി. അത് ഞാൻ കണ്ടിന്യൂ ചെയ്തതിന് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഞാൻ കണ്ടുപിടിക്കുകയും അതിലാണ് നമുക്ക് ഇൻ്റർനാഷണലായിട്ട് ആക്ച്വലി 3 പേറ്റൻറ്റുകൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ സാറിനെ പറ്റി ഇങ്ങനെ നോക്കുമ്പോൾ അതിൽ ടൈംസ് നൗവിൽ വന്ന് അല്ലെങ്കിൽ ടൈം ലൈനിൽ വന്നിട്ടുള്ളൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, മലയാളി ഓക്സ്ഫോർഡ് സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ, സർ ഐസക് ന്യൂട്ടൺ,
CV രാമൻ, ശ്രീനിവാസ രാമാനുജൻ പോലെയുള്ള ആളുകൾ കരസ്ഥമാക്കിയിട്ടുള്ള ഈ ഒരു റോയൽ സൊസൈറ്റി അവാർഡ് അത് കരസ്ഥമാക്കി ഇപ്പോൾ ഇരിക്കുമ്പോൾ ഈ മലയാളി ഓക്സ്ഫോർഡ് സയൻറ്റിസ്റ്റ് എന്നുള്ളൊരു ടാഗ് ലൈനിൽ ഇരിക്കുമ്പം ആസ് നൗ സാറിന് എന്താണ് ഫീൽ ചെയ്യുന്നത്? അത് ചില ഇപ്പോൾ ഞാനും ഓക്സ്ഫോർഡിൽ ചില മലയാളികളൊക്കെ ഉണ്ട്, ചിലർ UK സിറ്റിസൺ ആയിട്ടുള്ള മലയാളികളുണ്ട്. അപ്പോൾ ഞാനങ്ങനെ മലയാളി എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ ഒരു എന്താ പറയുക സ്പെഷ്യൽ ടാഗ് ലൈന് അത്രത്തോളം അർഹനാണെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അറിയാം, കാരണം വെച്ചാൽ നമ്മളിപ്പോൾ മലപ്പുറത്ത് മോങ്ങത്ത് നിന്നാണല്ലോ ഞാൻ വരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു വളർച്ച കണ്ടു, നമ്മൾ ജീവിക്കുകയാണല്ലോ ഈ ഒരു നമുക്കറിയാമല്ലോ നമ്മൾ ഏതൊക്കെ സ്റ്റെപ്പ് കയറിപ്പോയി എന്നുള്ളത്. അപ്പോൾ അത്തരത്തിൽ ഞാൻ ചിന്തിക്കുമ്പോൾ ഇവിടെ നിന്ന് അങ്ങനെ ഡൽഹിയിലും ഇത്തരത്തിലുള്ള രാജ്യങ്ങളിൽ യാത്ര ചെയ്യാൻ പറ്റിയെന്നുള്ളൊരു സംഭവം, ഇവിടെ ജീവിക്കാൻ പറ്റിയെന്നുള്ളൊരു സംഭവമുണ്ട്. അങ്ങനെ ഓക്സ്ഫോർഡിലെത്തിയെന്ന് പോകുമ്പോൾ എന്നുള്ളൊരു ചെറിയൊരു അഭിമാനമുണ്ട്. പക്ഷെ അതിലപ്പുറം എനിക്ക് തോന്നുന്നു, ഞാൻ പലപ്പോഴും പറയുന്നത് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഇവിടെയുള്ള ഏതൊരു മലയാളിക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം എനിക്ക് സ്റ്റുഡൻസ് ഉണ്ടല്ലോ, അപ്പോൾ എനിക്കറിയാം സ്റ്റുഡൻസിൻ്റെ കേപ്പബിലിറ്റീസ് എന്താണ് ഓക്സ്ഫോർഡിലെത്തുന്ന സ്റ്റുഡൻസിന്. അത് പലപ്പോഴും ഇവിടെയും ഉണ്ട്. നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ അത്രയ്ക്ക് കാലിബറുള്ള കുട്ടികളൊക്കെ ഇവിടെയുണ്ട്. പലപ്പോഴും സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചിലപ്പോൾ ലക്കാവാം. അപ്പോൾ അത്തരത്തിൽ നമുക്ക് ഈ എത്തിപ്പെടാൻ പറ്റാത്തത് അതുകൊണ്ടാവാം. ഇപ്പോൾ നമ്മൾ UK ഓക്സ്ഫോർഡിലെത്താൻ ഈസിയാണല്ലോ, പക്ഷേ ഇവിടെ നിന്നാകുമ്പോൾ കുറച്ചൊരു ദൂരവും അതിനുള്ള അറിവില്ലായ്മയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു സ്പെഷ്യലായിട്ടൊന്നും തോന്നുന്നില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളികൾ ഇനി ഒരു ചിന്തകൾ മാറാൻ. അത് ഞാൻ ഈ ഓക്സ്ഫോർഡിനെ കുറിച്ച് എനിക്ക് പ്രോഗ്രാംസ് പോകുമ്പോൾ ഞാൻ ഓക്സ്ഫോർഡിനെ കുറിച്ച് സംസാരിക്കുന്നതുകൊണ്ടാണ്. കാരണം പലപ്പോഴും ആളുകൾക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ് ഇതെന്താണ് സ്ഥലം ഏതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഞാനത് ഇങ്ങനെ ഒരു അവബോധം നൽകാൻ വേണ്ടി ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആർക്കും എത്തിപ്പെടാവുന്ന ഒരു സംഭവമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ മലയാളി എന്ന നിലയിൽ. അപ്പം ഇത്തരം ഒരു അംഗീകാരം കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുമ്പോൾ ആസ് സാറിൻ്റെ ഫാമിലിയുടെ ഒരു സപ്പോർട്ട് ഈ ഒരു ജേണിയിൽ എത്രത്തോളം ആയിരുന്നു? അതെനിക്ക് തോന്നുന്നു ഫാമിലിയിൽ നിന്ന് ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യേണ്ട എന്ന് പറയാൻ ഒരു പക്ഷേ അറിയാത്തതുകൊണ്ടാവാം. അങ്ങനെ ഒരു സംഭവം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ശരിക്കും ഫിസിക്സ് എടുത്ത് പോയത്. അപ്പോൾ ഒരു പക്ഷേ ഞാനൊരു ഡോക്ടർ മോനാണെങ്കിൽ ഡോക്ടർ ആവണമെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഫാദർ ഇപ്പോൾ അത് ഒരു ഇതാണ് ഞാൻ ഈ ഒരു സ്റ്റോറി വന്നപ്പോൾ മലപ്പുറം ടു ഓക്സ്ഫോർഡിന് കൊടുക്കാൻ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു സ്റ്റോറി ഈ മലപ്പുറത്തിൻ്റെ കൂടി ഒരു കഥയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ഫാദർ 90s കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഗൾഫിലേക്ക് പോകാം. അപ്പോൾ അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായിട്ടാണ് ഫാദർ ഗൾഫിലേക്ക് പോയത്. അപ്പോൾ 90s കാലഘട്ടത്തിൽ മലപ്പുറം ഇപ്പോൾ SLCയിലൊന്നും നമ്മൾ പഠിക്കുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് പലപ്പോഴും നമുക്കായിരിക്കും ഏറ്റവും വിജയശതമാനം കുറവ്. അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടായ സമയത്ത് പഠിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ എൻ്റെ ജ്യേഷ്ഠന്മാരായിരുന്നെങ്കിലും പഠിക്കാൻ സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ടാണ് അവർക്കാർക്കും പഠിക്കാൻ കഴിയാത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവരും കഴിവില്ലാത്തതുകൊണ്ടല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ നാട്ടിലുള്ള യുവാക്കളൊക്കെ ഗൾഫിലേക്ക് പോയി. അപ്പോൾ ആ ഗൾഫിലേക്ക് പോയപ്പോൾ അങ്ങനെ പിന്നെ അവർ ഗൾഫിലെത്തിയപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ഈ ന്യൂസ് വരുമ്പോൾ മലപ്പുറത്ത് നിന്ന് ഒരുപാട് മെസ്സേജുകൾ കിട്ടും ഗൾഫിൽ നിന്നൊക്കെ. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ അത്തരത്തിൽ ഇവിടുന്ന് പോയ ആളുകൾക്കൊക്കെ ഈ പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു സങ്കടം അവർക്കുണ്ടാകും. അപ്പോൾ നമ്മുടെ മക്കൾ എന്താണെന്നുണ്ടെങ്കിൽ പഠിക്കണം എന്ന് ഒരു ചിന്താഗതി ഉണ്ടാവുമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ചിന്താഗതിയാണ് നമ്മുടെ ഫാമിലിയിലും ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ബ്രദേഴ്സ് ആയാലിപ്പോൾ എൻ്റെ ഫാദർ +2 കഴിഞ്ഞപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അതിനുശേഷം എൻ്റെ ബ്രദേഴ്സാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പോൾ അവർക്കൊക്കെ ആ ഒരു ചിന്താഗതിയിലാണ് അവർ ഈ ഫെലോഷിപ്പും ഓക്സ്ഫോർഡ് പോകുന്നതിന് മുമ്പൊക്കെ അവരെന്നെ പിന്നെ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് അക്കാഡമിക്കലായിട്ട്, അതാണ് ഞാൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഫിസിക്സിനെ കുറിച്ചൊന്നും പറയാൻ കഴിയില്ല എന്നുണ്ടെങ്കിലും പക്ഷെ പഠിക്കണം എന്നുള്ള രീതിയിലുള്ള അക്കാഡമിക്കലായിട്ടുള്ള അതിനുള്ള ചെറിയ ഫസ്റ്റ് ഉണ്ടായിരുന്ന ഫൈനാൻഷ്യലായിട്ടുള്ള സപ്പോർട്ടൊക്കെ ഞാൻ ഫാമിലിയിൽ നിന്ന് കിട്ടും. അപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞാൽ ഇത് എൻ്റെ ഫാമിലി മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഗൾഫ് മേഖലയിലുള്ള ആളുകളുടെയൊക്കെ ഒരു സ്വാധീനം. അപ്പം നമ്മൾ ആളുകൾ ഗൾഫിൽ പോയിട്ട് ഇവിടെ കുറേ ഇൻവെസ്റ്റ് ചെയ്ത് ഇവിടെ വീടുണ്ടാക്കുകയും കല്യാണം നടത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മൾ വിദ്യാഭ്യാസ മേഖലകളിലൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമായിട്ടാണ് ഇപ്പോൾ നമ്മൾ മലപ്പുറം പല കാര്യങ്ങളിലും മുമ്പിലെത്തുന്നത്. അപ്പോൾ അതിൻ്റെ അതുപോലെ ഒരു സ്റ്റോറി എൻ്റെ വീട്ടിലുണ്ട്. അതാണ് ഇത് മലപ്പുറത്തിൻ്റെ കഥയാണെന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സപ്പോർട്ട് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ കാരണം തന്നെയാണ് ഞാൻ ഇത്രയും ഇവിടെ എത്തിയിട്ടുള്ളത്. അക്കാഡമിക്കലായിട്ട് അവർക്ക് പറഞ്ഞു തരാൻ അറിയാത്തതുകൊണ്ടാണ്. കാരണം ഞാൻ ഇങ്ങനെ പഠിച്ചിട്ട് ഇങ്ങനെ PhD ഒക്കെ ആയിട്ട് പോയിട്ടുള്ളൂ. അപ്പം അത്തരത്തിൽ വളരെ വലിയൊരു സപ്പോർട്ട് എനിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാർ ഒരു വലിയൊരു യാത്രയിലൊരു ചെറിയൊരു ടൈമാണ് ഇപ്പോൾ നമുക്ക് വേണ്ടി വന്നത്. ഇപ്പോൾ സാറിൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഒരുപാട് കുട്ടികളുണ്ടാവും. അല്ലെങ്കിൽ ഇനി ഇതേപോലെ സാറിനൊരു ഇൻസ്പയറായി അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷനായി കണ്ടിട്ട് അങ്ങോട്ടേക്ക് എത്തണം എന്നാഗ്രഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ അവരോടൊക്കെ
ആസ് എ ഗൈഡ് അല്ലെങ്കിൽ ആസ് എ ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു വഴികാട്ടി എന്നുള്ള രീതിയിൽ സാറിന് എന്താണ് പറയാനുണ്ടാവുക അവരോട്? അതെനിക്ക് തോന്നുന്നു, പിന്നെ ഞാൻ ആൾറെഡി പറഞ്ഞൊരു കാര്യം ചിലപ്പോൾ ഓക്സ്ഫോർഡ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തിൽ ഇപ്പോൾ എൻ്റെ അടിയിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന PhD സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം ഞാൻ അണ്ടർ ഗ്രാജുവേറ്റ് പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അവരുമായിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഞാൻ ഇവിടെ നാട്ടിൽ വരുമ്പോൾ സ്കൂളിലായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോഴും ഞാൻ കഴിവിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല. പലപ്പോഴും ഇങ്ങനെയുള്ള ഉന്നത സ്ഥാപനങ്ങളിൽ എത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് എനിക്ക് തോന്നുന്നില്ല കഴിവ് ഒരു വ്യത്യാസമുള്ള സംഭവമാണ്. അവർക്കൊരു സ്പെഷ്യൽ കഴിവുകളൊന്നുമില്ല. പക്ഷേ ചില സ്ഥലങ്ങളിൽ നമ്മൾ പ്ലാൻഡ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഓക്സ്ഫോർഡിൽ എത്തണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേൾഡ് ലെവലിൽ കോമ്പറ്റീഷൻ നടക്കില്ല. അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ചെറുപ്പത്തിൽ മുതൽ തന്നെ വായിക്കുകയും അങ്ങനത്തെ രീതിയിൽ അതിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണ് ശരിക്കും UK തന്നെ. അത് ഓക്സ്ഫോർഡിൽ എത്താറുന്ന വലിയൊരു സംഭവമാണ്. അപ്പോൾ അത്തരത്തിലൊരു ഏർലി ആയിട്ട് നമ്മളൊരു അവയർനെസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യം വെച്ചിട്ട് നമ്മൾ ഏർലി ആയിട്ട് പ്രിപ്പയർ ആയിട്ട് ചെയ്തിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ആളുകൾ കൂടുതലാണ്. ഏതൊരു പൊസിഷനും ഒരുപാട് ആപ്ലിക്കേഷൻസൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ അത്തരത്തിലൊരു പ്രിപ്പയർ ചെയ്തിട്ട് വലിയ ഡ്രീം ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും എത്തിപ്പെടാൻ പറ്റുന്നതേ ഉള്ളൂ, എന്ത് സംഭവമാണെങ്കിലും. ഞാൻ കഴിവിൻ്റെ കാര്യത്തിൽ വ്യത്യാസമില്ല എന്ന് ഞാൻ പറയാൻ കാരണം പിന്നെ അത് കുറച്ചൊരു ഭാഗ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അതോടൊപ്പം തന്നെ പലപ്പോഴും പിന്നെ നമ്മുടെ ഒരു ഹാർഡ് വർക്ക് ലോങ് ടേമിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആർക്കും എത്തിപ്പെടാവുന്നേ ഉള്ളൂ എന്തും. അപ്പോൾ അതാണ് എനിക്കൊരു മെസ്സേജായിട്ട് ആളുകൾക്ക് കൊടുക്കാനുള്ളത്. ഇപ്പോൾ എവിടെ എത്തിച്ചേരണം എന്നുണ്ടെങ്കിലും അതിനെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കഴിവ് എല്ലാവർക്കും ഉണ്ട്, അവരെത്തിപ്പെടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാർ ഒത്തിരി സന്തോഷം. സാറിൻ്റെ ഈ ഒരു തിരക്ക് പിടിച്ച് അല്ലെങ്കിൽ ഉള്ളൊരു സമയത്ത് ഒരു അല്പനേരം നമുക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചതിൽ സാറിൻ്റെ കാര്യങ്ങൾ ഷെയർ ചെയ്തതിലും ഒത്തിരി സന്തോഷം.